ഇന്നൊരു കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കടച്ചക്ക കൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ കടച്ചക്ക ഫ്രൈ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി. അപ്പോൾ ഇന്നൊരു ഉപ്പേരിയിൽ അതിന് പിടിക്കാൻ വെച്ചിട്ടാണ്. കടച്ചക്കയുടെ മൂക്കും മൂലയൊക്കെ ചെത്തിക്കളഞ്ഞ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിയാം. നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റുന്ന ചെറിയ പീസാക്കണത് നല്ലതാണ് കേട്ടോ. നന്നായിട്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു ഉള്ളീൻ്റെ പകുതി, ഒരു സവാളുടെ പകുതി മതിയിട്ട്, അതിലേക്ക് കണ്ടമാനം വേണ്ട. എന്നിട്ട് അതൊന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം കുറച്ച് കരിവേപ്പിൻ്റെ ഇല അതും കൂടി ഇതിലേക്ക് വേണം. പിന്നെ കുറച്ച് വറ്റൽമുളക് ചെറുതുപോലെ കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ ഏറ്റവും ഭംഗിയുള്ള പാത്രം എടുത്ത് വെക്കുക. നാലാൾ കാണണ്ടായല്ലേ, എന്നിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ട് പൊട്ടിക്കുക. കടുക് ബോംബ് പൊട്ടണം, പോലെ പട്ടാച്ച് പൊട്ടണം, എന്നാലാണ് അതിൻ്റെ ഫീൽ നമുക്ക് കിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ സെറ്റാക്കി വെച്ച കരിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും കൂടിയിട്ട് ആദ്യം ഇട്ട് കൊടുക്കുക. ഇതൊന്ന് സെറ്റായി വരുമ്പോൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച സവാള ഇട്ട് കൊടുക്കുക. ഒന്ന് സെറ്റാക്കി ഒന്ന് വാടി വരണം. അപ്പോൾ വാടി വരുമ്പോൾ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി സെറ്റാക്കി എടുക്കുക. അതിലേക്ക് നമുക്കൊരു ശകലം മുളകിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു കളറിനാണ് കേട്ടോ, അല്ലാതെ കാര്യമായിട്ട് വേണമെന്നില്ല, ഓരോരുത്തരുടെ ടേസ്റ്റാണ്. അതിലേക്ക് കടച്ചക്ക നുറുക്കി വെച്ചത് ഇട്ട് കൊടുക്കുക. ഒന്ന് സെറ്റാക്കി എടുക്കുക. ഇതിപ്പോൾ ഒരു പക്ഷേ എല്ലാവരും വീട്ടിൽ ചെയ്യുന്ന സംഭവമായിരിക്കും കേട്ടോ. പക്ഷേ ഇതിഞ്ഞ് കാണുന്ന വല്ല ഫിലിപ്പീൻസ് ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലോ അതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി സെറ്റാക്കി വെച്ച് റെഡിയാക്കുക. ഇത് സെറ്റായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം ഇല്ലെങ്കിൽ ഇത് വേവാതെ ഇരിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒരു ശകലം വെള്ളം, കണ്ടമാനം വെള്ളമായി കഴിഞ്ഞാൽ ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് വരും. ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. അതൊന്ന് എടുത്ത് കുറച്ച് നേരം വേണം കേട്ടോ. അപ്പോൾ ആ എണ്ണയിൽ കടച്ചക്കയുടെ സൈഡിലൊക്കെ കുറച്ച് ചെറുതായിട്ട് ക്രിസ്പി പോലെ ഇങ്ങനെ മരിയായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പാകം റെഡി. ഇതൊരു വാഴയില വെച്ചിട്ട് അതിലേക്ക് വെക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ വാഴയില കിട്ടാത്തതുകൊണ്ട് തൽക്കാലം നമ്മുടെ വീട്ടിലത്തെ ഒരു പാത്രത്തിലേക്ക് വെക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ കടച്ചക്ക ഉപ്പേരി.